എന്നേശുവേ എൻ ജീവകാലമെല്ലാം എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. മരുഭൂപ്രയാണത്തിൽ എന്നെ തെല്ലും മനമിളകാതെ നയിപ്പാൻ. മരുഭൂപ്രയാണത്തിൽ എന്നെ തെല്ലും മനമിളകാതെ നയിപ്പാൻ. കൂടെയോ നീ ചാരത്തില്ലേ എന്നും കരുതിയിടുവാൻ. ചാരത്തില്ലേ എന്നും കരുതിയിടുവാൻ. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. ഇരുളിൻ മറകൾ തകർക്കാൻ തെല്ലും ഇടറിടാതെന്നും ഗമിപ്പാൻ. ഇരുളിൻ മറകൾ തകർക്കാൻ തെല്ലും ഇടറിടാതെന്നും ഗമിപ്പാൻ. മാറാത്തവൻ സാമീപ്യത്താൽ എന്നെ കരുതിയിടുന്നു. സാമീപ്യത്താൽ എന്നെ കരുതിയിടുന്നു. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. കലുഷിതമായൊരു ഭൂവിൽ തെല്ലും കലങ്ങിടാതെന്നും വസിപ്പാൻ. കലുഷിതമായൊരു ഭൂവിൽ തെല്ലും കലങ്ങിടാതെന്നും വസിപ്പാൻ. പ്രാണപ്രിയൻ കൂടെയെന്നും എന്നെ കരുതിയിടുമേ. കൂടെയെന്നും എന്നെ കരുതിയിടുമേ. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. ഞാൻ പാടിയിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതും എന്നാൽ അത്ര കണ്ട് പ്രാധാന്യം നാം കൊടുക്കാത്തതുമായൊരു വിഷയമാണ് ഇന്ന് പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മതാനുഷ്ഠാനവും ആത്മീയതയും, റിലിജിയോസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. ഒരിക്കൽ എൻ്റെ ഒരു നല്ല സുഹൃത്ത് സംഭാഷണ മധ്യേ എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി: See, we are religious, you are secular. ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: സാറ് പറഞ്ഞത് പകുതി ശരിയാണ്. യു ആർ റിലിജിയസ് ബട്ട് വി ആർ സ്പിരിച്വൽ. ഇതുപോലെ മറ്റൊരവസരത്തിൽ ഞങ്ങൾ രണ്ടുപേർ നടന്നു പോകുമ്പോൾ ഒരു കമൻ്റ് ഇപ്രകാരം കേൾക്കുകയുണ്ടായി: ദേ രണ്ട് ആത്മീയർ പോകുന്നു. കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ റിലീജിയസ് പീപ്പിൾ ആൻഡ് സ്പിരിച്വൽ പീപ്പിൾ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ ആകുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതേ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. എന്താണ് ആത്മീയത? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട് ഇരുന്നു. പാഴായും ശൂന്യമായും കിടന്ന ഭൂമി, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ അതിൽ ജീവനുണ്ടാകുവാൻ പാകപ്പെട്ടതായിട്ട് മാറി. അതുപോലെ തന്നെ പാഴും ശൂന്യവും ഇരുൾ നിറഞ്ഞതുമായ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവാത്മാവ് പരിവർത്തിക്കുമ്പോൾ അത് ജീവസുറ്റതാകാൻ യോഗ്യമായി തീരുന്നു. എന്നാൽ ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രം വീണ്ടും ജനനം പൂർണ്ണമാകുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടർന്ന് നാം വായിക്കുമ്പോൾ ദൈവം കൽപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവവചനം അത് ഈ ലോകത്തിൽ മുഴങ്ങുമ്പോഴാണ് സൃഷ്ടിപ്പ് പൂർത്തിയാകുന്നത്. ദൈവം കൽപ്പിച്ചപ്പോൾ സൃഷ്ടി ഉളവാകുന്നു. അതിൻ്റെ അർത്ഥം ദൈവാത്മാവിൻ്റെ സ്വാധീനവും ദൈവവചനവും ഒരുപോലെ സമന്വയിക്കുമ്പോഴാണ് സൃഷ്ടിപ്പ് പൂർണ്ണമാകുന്നത്, അഥവാ ആത്മീയത ഉടലെടുക്കുന്നത്. എന്താണ് മതാനുഷ്ഠാനവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം പഠിക്കുമ്പോൾ നന്മ തിന്മ, നന്മയുടെയും തിന്മയുടെയും ഫലം മുതൽ ബാബിലോണിൻ്റെയും പുത്തൻ യെരുശലേമിൻ്റെയും പഠിപ്പിക്കലുകൾ വരെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇത് മതാനുഷ്ഠാനികളും ആത്മീയരും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ്. കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ റിലീജിയസ് പീപ്പിൾ ആൻഡ് സ്പിരിച്വൽ പീപ്പിൾ. കയീൻ ഒരു വഴിത്താര, ഹാബേൽ മറ്റൊരു വഴിത്താര. കയീൻ മതാനുഷ്ഠാനിയാണ്, ഹാബേൽ ആത്മീകനാണ്. ഇസഹാക്ക് ഒന്ന്, ഇഷ്മായേൽ മറ്റൊന്ന്. യേശുക്രിസ്തു ഒരിടത്ത്, പുരോഹിതന്മാരും പരീശന്മാരും മറ്റൊരിടത്ത്. യേശു ആത്മീകനാണ്, പരീശന്മാർ മതാനുഷ്ഠാനികളാണ്. കയീൻ ഹാബേലിനെ വധിക്കുന്നു, മതാനുഷ്ഠാനികൾ ആത്മീകനെ കൊല്ലുന്നു. എന്നും മതാനുഷ്ഠാനികൾ ആത്മീകരെ വെറുത്തിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നേർക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ആത്മീയരുടെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മീയ അഗ്നിയുടെ സ്വാധീനം ഇത് മതാനുഷ്ഠാനികൾക്ക് വെറുപ്പാണ്. കയീൻ്റെ വഴിപാടിൽ ദൈവത്തിൻ്റെ തീയ്, ദൈവത്തിൻ്റെ അഗ്നി പ്രകാശിച്ചില്ല. എന്നാൽ ഹാബേലിൻ്റെ വഴിപാടിൽ അത് പ്രകാശിച്ചു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അവനിൽ അധിവസിക്കുന്ന ആത്മീയ അഗ്നിയാണ്. There will be a fire in his life. ദൈവാത്മാവ് വെളിപ്പെടുന്നത് പലപ്പോഴും അഗ്നിയുടെ രൂപത്തിലാണ്.
മുൾപ്പടർപ്പിൽ മോശയ്ക്ക് അഗ്നിജ്വാലയായി ദൈവം പ്രത്യക്ഷനാകുന്നു. അത് പുറപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി എന്നാണ്. ദൈവിക ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ പലപ്പോഴും അഗ്നിജ്വാലയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവദാസൻ പാടിയത്, പീഠത്തിന്മേൽ എന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു, കാത്തുകാത്തിരിക്കുന്നേ തീ ഇറങ്ങാൻ നോക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രിൻസിപ്പിളോ ഉപദേശങ്ങളോ ഒന്നുമല്ല പ്രാധാന്യം. അവൻ്റെ ജീവിതത്തിൽ അധിവസിക്കുന്ന ദൈവ ആത്മാവാണ്, പരിശുദ്ധ ആത്മാവിൻ്റെ സ്വാധീനമാണ്. അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനമുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ എരിവ് ഉണ്ടോ? ഈ പരിശുദ്ധാത്മ സ്വാധീനം അവന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി ഒരു മതാനുഷ്ഠാനിയായിട്ട് മാറുന്നു. പലപ്പോഴും നാം പറയാറുണ്ട്, ഇന്ന ദിവസം ഞാൻ മാനസാന്തരപ്പെട്ടു. നമ്മൾ ഒരു ശവക്കോട്ടയിൽ ചെന്നാൽ അവിടെ ജനന തീയതിയും മരണ തീയതിയും കുറിച്ചിട്ടിരിക്കുന്നത് കാണാം. ഇന്ന ദിവസം ജനിച്ചു, ഇന്ന ദിവസം മരിച്ചു. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും വീണ്ടും ജനനം, ഇന്ന ദിവസം ഞാൻ ജനിച്ചു എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും നിനക്ക് ജീവനുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ ആഹാബ് രാജാവിൻ്റെ മുൻപിൽ നിന്ന് ഏലിയാവ് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ. എന്നാൽ ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ഏലിയാവ് പറയുന്നു. ബാലിൻ്റെ പ്രവാചകന്മാർ എന്താ ചെയ്തത്? അവർ തുള്ളിച്ചാടി, they were shouting, jumping, praying, praising. അവർ ശരിക്കും കരിസ്മാറ്റിക് ആയിരുന്നു. എന്നാൽ അത് അവിടെ അഗ്നി ഉണ്ടായില്ല. ഇതുപോലെയുള്ള പ്രകടനങ്ങൾ സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ ആകണമെന്നില്ല. ഞാൻ ഇതിന് എതിരല്ല. ഞാനും കൈപൊക്കും, ഞാനും പ്രാർത്ഥിക്കും, ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യും. പക്ഷേ എനിക്ക് വേണ്ടത്, I want the fire of God, the fire of purity, the fire of fervent love for Jesus Christ burning there. ഈ പരിശുദ്ധാത്മ അഗ്നി നിന്നിലില്ലെങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. ഈ അഗ്നിയാണ് ക്രിസ്തുവിൽ നമ്മെ എരിവുള്ളവരാക്കുന്നത്. എന്നാൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങി. പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 25-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ദൈവം ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ സൃഷ്ടിക്ക് വ്യക്തമായ ഒരു അളവ് നൽകിയിട്ടുണ്ട്. ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇന്ന രീതിയിൽ അത് നിർമ്മിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം അവിടെ പറയുന്നു. വീണ്ടും നാം വായിക്കുന്നു, ദൈവം പറഞ്ഞ പ്രകാരം തന്നെ മോശ അത് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ അളവ് ഫലസ്തീനയുടെ കയ്യിൽ ലഭിച്ചിരുന്നെങ്കിൽ അവരും അതേപോലെ ഒരു മന്ദിരം പണിയുമായിരുന്നു. ഇന്ന് ഉള്ള ആർക്കിടെക്റ്റിൻ്റെ, ഒരു നല്ല ആർക്കിടെക്റ്റിൻ്റെ കയ്യിൽ ഈ അളവ് ലഭിച്ചാൽ ഒരുപക്ഷെ ദൈവം പറഞ്ഞതിനേക്കാൾ മനോഹരമായ ഒരു മന്ദിരം അവർക്ക് തീർക്കാനായിട്ട് കഴിയുമായിരിക്കാം. എന്നാൽ അവിടെ എന്ത് കാണില്ല എന്നറിയാമോ? പുറപ്പാട് പുസ്തകം 40:35 പറയുന്നത് പോലെയുള്ള ദ ഷിക്കൈന ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഉണ്ടാവുകയില്ല. യഹോവയുടെ തേജസ്, ആഴത്തിന് മീതെ പരിവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അത് ഫെലിസ്ത്യർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. മതാനുഷ്ഠാനികളും വിശുദ്ധ മന്ദിരം നിർമ്മിക്കും, ആത്മീകനും വിശുദ്ധ മന്ദിരം നിർമ്മിക്കും. ആത്മീകൻ അവൻ്റെ ജീവിതം കൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഒരു കോട്ടവും തട്ടാതെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം നിർമ്മിക്കുമ്പോൾ ആത്മീകൻ നിർവഹിക്കുന്നത് ഒരു ദൈവാലയം ആയിരിക്കും. അവിടെ ദൈവമഹത്വം നമുക്ക് കാണാനായിട്ട് കഴിയും. ആത്മീയ അഗ്നിയുടെ അനുഭവം അവിടെ ഉണ്ടാകും.
വിശുദ്ധ മന്ദിരം ദൈവമഹത്വത്താലും നമുക്ക് നിർമ്മിക്കാം, ദൈവമഹത്വം ഇല്ലാതെയും നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും. ഇത് നാം മീറ്റ് മാർക്കറ്റിൽ ഇറച്ചിക്കടയിൽ പോയാൽ ഉണ്ടാകുന്ന ഒരു അനുഭവമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനായിട്ട് കഴിയും. നാം ഇറച്ചിക്കടയിൽ പോയാൽ അതത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല അവിടെയുള്ളത്. അവിടെ നല്ല സുഗന്ധമല്ല നമുക്ക് ലഭിക്കുന്നത്, അറപ്പുളവാക്കുന്ന ഗന്ധമാണ്. ആ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടാലും അതും അത്ര സുഖകരമായൊരു കാഴ്ചയല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഇതുപോലെ അത്ര സുഖകരമല്ലാത്ത ജീവിതം, മറ്റുള്ളവർക്ക് കാഴ്ചയിൽ അത്ര സുഖമല്ലാത്ത, നല്ല സുഗന്ധം ലഭിക്കാത്ത ജീവിതങ്ങളാണ് നമ്മുടേത്. എന്നാൽ ആ ഇറച്ചിക്കടയിൽ നിന്നും ഒരു 2 കിലോ ഇറച്ചി വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മുടെ അമ്മമാർ അത് പാകം ചെയ്യുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സ്പൈസസും അതിന് തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അത് പാകം ചെയ്ത് അത് പാകമാകുമ്പോൾ ആ അടുക്കളയുടെ പിന്നാമ്പുറത്തു കൂടി ഒന്ന് നടന്നാൽ പോലും അതിൻ്റെ സുഗന്ധം നമുക്ക് ലഭിക്കും. അതേ മീറ്റ് തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ അറപ്പുളവാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ അതേ മീറ്റ് തന്നെ ഇവിടെ വന്ന് അഗ്നിയിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ, കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ രൂപം മാറി. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്വാധീനം ഒരു അറപ്പുളവാക്കുന്ന ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് വ്യക്തമാകുന്നത്. ആത്മീയനെ കണ്ടാൽ അവൻ്റെ വ്യത്യാസം നമുക്ക് വ്യക്തമാകും. സെയിം മീറ്റ് എന്നാൽ തീയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും, അഗ്നി നമ്മിൽ നിന്ന് പ്രവഹിക്കും. മോശയുടെ മുഖം പ്രകാശിച്ചു. ഇന്ന് പലരും ദേവാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മറ്റൊരാൾ എന്നോടിങ്ങനെ പറയുകയുണ്ടായി, ഇദ്ദേഹം എന്താ ഇത്ര കോപിച്ച് നടക്കുന്നത്, അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ? പലപ്പോഴും നാം ദേവാലയത്തിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കാറില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സന്നിവേശം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു 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 പ്രാപ്യത ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ അവിടെ കാണാനായിട്ട് കഴിയാത്തത്. ഇതാണ് ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ ദൈവവേലയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവവേലയും തമ്മിലുള്ള വ്യത്യാസം. സിനഗോഗുകളിൽ പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒരുപക്ഷെ വിരസമായ പ്രസംഗങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേർ മാനസാന്തരപ്പെട്ടു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ സമയത്ത് 3 ദിവസം ആളുകൾ ഒരുപക്ഷെ അവർക്ക് ഭക്ഷണത്തിൻ്റെ അസാന്നിധ്യമുണ്ടായിരുന്നിട്ട് പോലും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കും അസ്വസ്ഥതയുണ്ടാകും. കാരണം എന്നാണെന്നറിയാമോ? ദർ ഇസ് നോ ഫയർ ഇൻ ദ സ്പീച്ച്. യേശുവിൻ്റെ പ്രസംഗം പരീശന്മാരുടേതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. തീയിൽ വയ്ക്കാത്ത മീറ്റ്, തീയിൽ വെച്ച മീറ്റ്, ഇതാണ് വ്യത്യാസം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, നീ എൻ്റേതെല്ലാം എടുത്തോ, എല്ലാം നിൻ്റെ സ്വന്തമാ, എന്നാൽ നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഒരിക്കൽ ദാവീദ് വളരെ ചെറുപ്പമായിരുന്നു. ശമൂവേൽ പ്രവാചകൻ അവൻ്റെ അടുത്ത് വന്ന് തലയിൽ തൈലം പൂശി അവനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദൈവം നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ അഭിഷേകത്തിൻ്റെ മാറ്റമാണ് അവൻ പാപം ചെയ്തപ്പോൾ അവൻ പറയുന്നത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. മറ്റൊന്നും അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നതിനെക്കുറിച്ച് ദാവീദ് ഭയപ്പെട്ടിരുന്നില്ല. അവൻ്റെ രാജ്യത്വമോ അവൻ്റെ കുടുംബമോ അവൻ്റെ മറ്റ് സ്വത്തുക്കളോ ഒന്നുമല്ല നഷ്ടമാകുന്നതിനെക്കുറിച്ച് ദാവീദ് ദുഃഖിച്ചത്. ദാവീദ് ദുഃഖിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് നഷ്ടമാകരുതേ എന്നതാണ്.
നാം പലപ്പോഴും ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ പാപമോർത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകരുതേ, ഈ പാപമോർത്ത് എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിച്ചു പോകരുതേ, ഈ പാപമോർത്ത് എനിക്ക് കഷ്ടത അല്ലെങ്കിൽ രോഗം വരരുതേ. എന്നാൽ ദാവീദ് പ്രാർത്ഥിച്ചത് വ്യത്യസ്തമായിട്ടാണ്. മറ്റുള്ളവർ, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തും ചിന്തിച്ചോട്ടെ, ലെറ്റ് ദം തിങ്ക് ദാറ്റ് ഐ ആം യൂസ്ലെസ്, ഐ ആം വർത്ത്ലെസ്. എന്നാൽ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. അതായിരുന്നു ദാവീദിൻ്റെ പ്രാർത്ഥന. ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു. എന്തായിരുന്നു ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസം? തലയും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം. ശൗലിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് 1 ശമൂവേൽ 10-ാം അധ്യായത്തിൽ പറയുന്നു, ശമൂവേൽ തൈലപാത്രമെടുത്ത് തുറന്ന് ശൗലിനെ അഭിഷേകം ചെയ്തു. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമുള്ളവനായിരുന്നു. അവന് നല്ല പൊക്കമുണ്ടായിരുന്നു, അവൻ ദൃഢഗാത്രനായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ മധ്യേ നിന്നപ്പോൾ അവൻ തോൾ മുതൽ എല്ലാവരേക്കാളും ഉയർന്നവനായിരുന്നു, ഒരു 7-7.5 അടി പൊക്കം. അവൻ്റെ തലയുടെ ഉയരം അത് മറ്റുള്ളവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കി. പക്ഷേ അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവനായിട്ട് മാറി. ഇതാണ് നിയമാധിഷ്ഠിതമായ ദൈവവേലയും പരിശുദ്ധാത്മ നിറവിലുള്ള ദൈവവേലയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും തെറ്റ് ചെയ്തു. എന്നാൽ ഒരുവൻ ദൈവാത്മാവിനെ കാംക്ഷിച്ചതുകൊണ്ട് അവൻ്റെ പാപം മോചിക്കപ്പെട്ടു. ശൗലിന് അത് മോചിക്കപ്പെട്ട് ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, മതാനുഷ്ഠാനവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസമാണ് നാം പ്രതിപാദിച്ചു വന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ടവസ്ഥകളും വളരെ ശക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും നാം ദേവാലയത്തിൽ പോകുന്നത് ആത്മീയരായിട്ടാണോ അതോ മത അനുഷ്ഠാനികളായിട്ടാണോ? ഇസ് ഇറ്റ് എ റിച്വൽ ഓർ യു വാണ്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരായി മാത്രമല്ല, ദൈവാത്മാവിൽ വസിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകണം. ദാവീദിൻ്റെ ആത്മാവ്, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, പരീശന്മാരുടെ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ ആത്മാവല്ല, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രാപിക്കുന്നവരായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഏഴുവിളക്കിൻ നടുവിൽ പൂർണ്ണ ശോഭയിൽ മാറത്തു പൊൻകച്ച അണിഞ്ഞ കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും
പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ.